അപ്പൊ ഡോക്ടർ പറയുന്നത് എത്ര നടക്കാൻ പറ്റാത്ത ആൾക്കാരെ കിടപ്പ് രോഗികളെയും ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ 100% ഉറപ്പാണ് 50ാമത്തെ ദിവസം ഇവിടെ നിന്ന് നടന്നു തന്നെ പോയിരിക്കും. 100% ഉറപ്പല്ലേ? 100% ഡോക്ടർ ഉറപ്പ് പറഞ്ഞേക്കാം. നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇവിടെ കിടക്കുന്ന ഒരു പേഷ്യന്റിനെ എടുത്തോണ്ട് വന്നിട്ട് പിന്നെ അവർ 50 ദിവസം കഴിഞ്ഞ് നടന്നു പോയില്ലെങ്കിൽ ഉറപ്പായിട്ട് നടന്നു പോകും. ഉറപ്പ്. നമ്മുടെ വീഡിയോ നമ്മൾ ധൈര്യമായിട്ട് ഷെയർ ചെയ്തോ. ഹായ്, നമസ്കാരം സുഹൃത്തുക്കളെ. ഞാനിപ്പോൾ നിൽക്കുന്നത് തമിഴ്നാട്ടിലാണ്. തെങ്കാശിക്കും തിരുനെൽവേലിക്കും ഇടയ്ക്കുള്ള ആലങ്കുളം എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. സ്റ്റോക്ക് വന്ന് എത്ര വർഷമായിട്ട് തളർന്നു കിടക്കുന്ന ആൾക്കാരാണെങ്കിലും ഇവിടെ കൊണ്ടുവന്ന വെറും 45 ദിവസം കൊണ്ട് എണീറ്റ് നടക്കാൻ പറ്റുമെന്ന് അറിഞ്ഞിട്ടാണ് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത്. അതാണ് നമ്മുടെ ആലങ്കുളത്തുള്ള ആയുർവേദ നാച്ചുറോപ്പതി ഹോസ്പിറ്റൽ. 30 വർഷമായിട്ട് ഈ അച്ഛൻ അനുഭവിച്ച പ്രശ്നമാണ് വെറും 25 ദിവസം കൊണ്ട് ഇവിടെ വന്ന്, അല്ലേ അച്ഛാ? വെറും 25 ദിവസത്തെ ട്രീറ്റ്മെന്റ് കൊണ്ടാണ് ഈ അച്ഛൻ ഇപ്പൊ നല്ല പോലെ എണീറ്റ് നടക്കുന്നത്. അപ്പൊ ഈ അമ്മ പറഞ്ഞത് ഇവിടെ വന്ന സമയത്ത് നടക്കാൻ പോലും പറ്റില്ലായിരുന്നു. ആ ഒരു അവസ്ഥയിലാണ് ഇവിടെ കൊണ്ടുവന്നത്. എപ്പടി ഇരിക്കും ഇപ്പം? ഇപ്പൊ நல்லா இருக்கு, ரொம்ப சந்தோஷமா இருக்கு. நல்லா நடக்கிறாரு, நல்லா நடக்குது. நிமிந்து நடக்கிறாங்க, வேகமா நடக்கிறாங்க. ஒரு பிரச்சனையும் இல்லை. அப்படி சாஞ்சி போகல, தனியாவே நடக்கிறாரு. തനിയാ നടന്നു പോന്നു. ഇവിടെ വന്നപ്പോ തനിയെ നടക്കാൻ മാട്ടാര്? நான் கை பிடிச்சா கூட்டு போவேன். തനിയെ നടക്കില്ലായിരുന്നു അല്ലേ? ഈ ഒരു പേഷ്യന്റ് ഇവിടെ വന്നിട്ട് ഇപ്പൊ എത്ര നാളായി? ഇവൻ ഇവിടെ വന്നിട്ട് ഇപ്പൊ 22 ദിവസം. 22 ദിവസം. അപ്പൊ ഇവിടെ വന്നത് എന്ത് കണ്ടീഷനിലാണ്? ഇവൻ സംസാരിക്കലായിരുന്നു, ഈ കൈ പൊക്കുകയിലായിരുന്നു. അദ്ദേഹത്തിന്റെ സിസ്റ്റർ തന്നെ ആയുർവേദ ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്യുന്നത് തമിഴ്നാട്ടില്. അപ്പൊ അവിടുന്ന് നേരെ എന്റെ അടുത്തോട്ടാ കൊണ്ടുവരുന്നത്. കൊണ്ടുവന്ന സമയത്ത് സംസാരിക്കല, കൈയൊന്നും പൊക്കുകയില്ല, നടക്കാൻ പറ്റാത്ത കണ്ടീഷനിലാണ് കൊണ്ടുവരുന്നത്. സംസാരിക്കത്തില്ല, നടക്കത്തില്ല, ഇല്ല, കൈയൊന്നും പൊക്കത്തില്ല. ഇല്ല, കൈയൊന്നും വരുന്ന എല്ലാ പേഷ്യൻസിനെയും വീഡിയോ എടുക്കും. കൊണ്ടുവരുന്ന കണ്ടീഷനും മിക്കവാറും ആംബുലൻസിലായിരിക്കും കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ ട്യൂബ് എല്ലാം ഇട്ടായിരിക്കും കൊണ്ടുവരുന്നത്. അപ്പൊ ആ കൊണ്ടുവരുമ്പോ ഉള്ള വീഡിയോ ഞങ്ങൾ എടുത്തു വെക്കും. അത് കഴിഞ്ഞ് ഓരോ അപ്ഡേഷനാണ്, ഓരോ ദിവസത്തെയും ചേഞ്ച്. അത് നമ്മളെ സിസ്റ്റത്തിൽ കീപ്പ് ചെയ്യും. കാരണം ഇനി ഇവിടെ വരുന്ന മറ്റുള്ള സ്റ്റാഫിന് അപ്പൊ ഓരോ ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ അവർക്ക് അത് പഠിക്കാൻ വേണ്ടിയിട്ട്, ഭാവിയിൽ വരുന്നവർക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ആ വീഡിയോ എല്ലാം ഇട്ടിരിക്കും. എന്തൊക്കെ ട്രീറ്റ്മെന്റ് കൊടുത്തു, എന്തൊക്കെ മരുന്ന് കൊടുത്തു, എങ്ങനെയൊക്കെയാണ് ട്രീറ്റ്മെന്റ് ചെയ്തത്, ഇതെല്ലാം റെക്കോർഡ് ചെയ്യും. എന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ 2 എണ്ണം മിക്സ് ചെയ്താണ്. ഒന്ന് ആയുർവേദവും ഒന്ന് നാച്ചുറോപ്പതിയും കൂടെ മിക്സ് ചെയ്താണ്. പിന്നെ പാരമ്പര്യ വൈദ്യത്തിന്റെ ചില മരുന്നുകളും കൂടെ മിക്സ് ചെയ്ത് ഞങ്ങളുടേതായ ഔഷധ കൂട്ടുകൾ ഉപയോഗിച്ചുണ്ടാക്കുന്ന കഷായങ്ങളും ജ്യൂസ് ഐറ്റംസും ആണ് ഈ സ്ട്രോക്ക് പേഷ്യൻസിന് കൊടുക്കുന്നത്. ഈ മെയിനായിട്ട് ഈ സ്ട്രോക്ക് വരുന്ന പേഷ്യൻസിന് രാവിലെ എംപ്റ്റി സ്റ്റൊമക്കിൽ നമ്മളൊരു ജ്യൂസ് കൊടുക്കും. അപ്പൊ ആ മരുന്നാണ് കൈപ്പലരഞ്ചി എന്ന് പറഞ്ഞ ഒരു പ്രധാന മരുന്നാണ്. അപ്പൊ ആ മരുന്ന് എന്ന് പറഞ്ഞാൽ ആദിവാസികൾ വനത്തിലെ പോകുന്ന സമയത്ത് അവർക്ക് പാമ്പ് കടിയേറ്റാല് അതിൽ വിഷം വെക്കാതിരിക്കാൻ വേണ്ടി അപ്പൊ ആ മരുന്നിന്റെ തളിരല എടുത്തുകൊണ്ട് വന്നിട്ട് ജ്യൂസാക്കി മറ്റു 1-2 മരുന്നും കൂടെ ചേർത്താണ് രാവിലെ ഈ സ്ട്രോക്ക് പേഷ്യൻസിന് കൊടുക്കുന്നത്, വെറും വയറ്റില്. അപ്പൊ ആ മരുന്നിനോടുകൂടി അവരുടെ ആ ബ്ലോക്ക് അലിഞ്ഞ് പോകുന്നുണ്ട്. ഓട്ടോമാറ്റിക്കലി അവർ ഒരു 10-40 ദിവസം പിന്നെ അതിന്റെ കൂടെ ആയുർവേദ ട്രീറ്റ്മെന്റ്സും മറ്റു കാര്യങ്ങളും പിന്നെ നാച്ചുറോപ്പതി ഫുഡും. അപ്പൊ ഈ എത്ര നടക്കാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിലും വെറും 45 ദിവസം കൊണ്ട് നടക്കുവോ? ഞാൻ പറഞ്ഞില്ലേ എത്ര നടക്കാത്തതാണ്. ഞാൻ പറഞ്ഞില്ലേ 45 ദിവസം എന്ന് നമ്മൾ പറയുന്നെങ്കിൽ 45-50 ദിവസം ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ട്രോക്ക് വന്നവര് നടക്കുന്ന കാഴ്ച. രണ്ടാമത് ഈ സോറിയാസിസ് പോലെ വരുന്ന എല്ലാവരും അകറ്റി നിർത്തി വരുന്നവര് അവരുടെ ആ സ്കിന്നെല്ലാം ഒന്ന് മാറി അവർ ആ ചിരിച്ചേച്ച് പോകുമ്പം ഞാൻ അതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കുന്നില്ല. അതാണ് പൈസയല്ല പ്രതീക്ഷിക്കുന്നത്, മുഖത്ത് വിരിയുന്ന സന്തോഷം അല്ലേ? എനിക്ക് എല്ലാരും ചോദിക്കും ഇങ്ങനെ ഒരു സ്ഥാപനത്തിൽ നിറയെ കാശ് ഉണ്ടാകാം. പക്ഷെ അതിനേക്കാൾ ഉപരി ഞാൻ പറഞ്ഞില്ല, ആ വിജയംപിള്ള കൈ ആട്ടി പോകുന്ന രംഗം, അതിൽ ഓരോ പേഷ്യന്റും പോകുമ്പോ തിരിച്ച് അവര് തിരിച്ച് കാണാൻ വരുമ്പോൾ അവസ്ഥ. എത്ര വർഷമായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നത്? 7 வருஷம் ஒர்க் பண்றேன். 7 வருஷம் ஹாஸ்பிடல் ஸ்டார்டிங்ல இருந்து. സ്റ്റാർട്ടിംഗ് ആകുമ്പോൾ പേഷ്യന്റ് വന്ന് ജോയിൻ பண்ணேன் ഫസ്റ്റ്. ഇവിടെ പേഷ്യന്റ് ആയിട്ട് വന്നതാണ്, പിന്നെ ഇവിടുത്തെ മാനേജറായി. ஆக்சுவலி ஹாஸ்பிடல் கன்ஸ்ட்ரக்ஷன் நடந்துகிட்டு இருக்கும்போதே நான் பேஷண்ட் வந்தேன் சார்ட்ட. அப்போ சார் வெளியே கன்சல்டிங் வச்சிருந்தாங்க, அங்க போயிருந்தேன். அப்போ சொன்னாங்க நம்ம ஹாஸ்பிடல் கட்டிக்கிட்டு இருக்கோம் அப்படின்ட்டு. எங்க அத்தா ஒருத்தர் சார்ட்ட ஆல்ரெடி பேஷண்டா இருந்தாங்க ஒரு 10 வருஷத்துக்கு முன்னே கேரளால தென்மலையில. அவங்க சொன்னாங்க இந்த மாதிரி சார் இருக்காங்க போய் பாருன்ட்டு. நானும் பேக் பெயினுக்கு எல்லா பக்கமும் ட்ரீட்மெண்ட் எடுத்தேன், சரியாகாமல் லாஸ்ட் இங்கே வந்து ஒரு 30 days ட்ரீட்மெண்ட் எடுத்து சரியாச்சு. அப்புறம் ரெஸ்ட் எடுத்து சொன்னா 1 month வீட்டில் ரெஸ்ட் எடுத்தேன். சரி அப்புறம் அங்கே வா அப்படின்னாங்க. அப்படியே வந்து ജേണി அப்படி 7 years മേലെ പോയിട്ട് ഇருக்கு. ഇവിടെ തന്നെ ജോലിയും തന്നു, അസുഖം മാറ്റി തന്നു അല്ലേ? നല്ല മനസാക്ഷിയുള്ള ഡോക്ടറാണ്. ഡോക്ടറിന്റെ പേഷ്യന്റ് ആയിട്ട് വന്നൊരു ചേട്ടനാണിത്. ആദ്യം ചേട്ടൻ ഇവിടെ വന്ന് ചേട്ടന്റെ അസുഖം അല്ലേ ബാക്ക് പെയിൻ ആയിട്ട് വന്നതാണ്. അങ്ങനെ ഇവിടെ വന്നു, ചേട്ടന്റെ അസുഖമൊക്കെ മാറിക്കഴിഞ്ഞപ്പോൾ ചേട്ടന് ജോലിയൊന്നും ഇല്ലെന്ന് അറിഞ്ഞു.
അങ്ങനെ ഇതാ ഈ ഹോസ്പിറ്റലിന്റെ മാനേജറായിട്ട് ചേട്ടനെ നിയമിച്ചു. 7 വർഷമായിട്ടല്ലേ ഇവിടെ തന്നെ വർക്ക് ചെയ്യാണ്. എത്ര പഴക്കം ചെന്ന സോറിയാസിസിന് ഇവിടെ ട്രീറ്റ്മെന്റ് ഉണ്ടോ? ക്യൂർ ചെയ്യാൻ പറ്റും. ഞങ്ങൾ പറയുന്ന ഡയറ്റ് ലൈഫ് സ്റ്റൈലൊക്കെ മാറ്റുവാണെങ്കിൽ ഉറപ്പായിട്ടും മാറും. ഇവിടുത്തെ ട്രീറ്റ്മെന്റ്സ് ഒക്കെ കറക്റ്റ് എടുക്കുമ്പോൾ ഉറപ്പായിട്ടും. ഇപ്പൊ എത്ര നാളാണ് അതിന്റെ ഒരു പീരീഡ് ടൈം? അത് പേഷ്യൻസിന്റെ കണ്ടീഷൻ പൊറുത്താണ്. എന്നാലും ഒരുപാട് പഴക്കമുള്ളതാണെങ്കിൽ നമുക്ക് ക്യൂർ ചെയ്യാൻ കുറച്ച് സമയം എടുക്കും. അല്ലെങ്കിൽ അല്ലാതെ സ്റ്റാർട്ടിങ്ങിലെ വരുവാണെങ്കിൽ പെട്ടെന്ന് റിസൾട്ട് കൊടുക്കാം. പിന്നെ എന്തിനൊക്കെയുള്ള ട്രീറ്റ്മെന്റ് ആണ് ഡോക്ടർ ഇവിടെ? വേറെ ബാക്ക് പെയിൻ, ഡിസ്ക് പ്രോബ്ലംസിനുണ്ട്. അല്ലാതെ ആർത്രൈറ്റിസ്, മുട്ടുവേദന, അതുപോലത്തെ ആമവാദം, സന്ധിവാദം, അതിന്റെ ട്രീറ്റ്മെന്റ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ എല്ലാം ആയുർവേദ ട്രീറ്റ്മെന്റ് ആണ്? എല്ലാം ട്രഡീഷണൽ ആയിട്ട് ക്ലാസിക്കലായിട്ടുള്ള ട്രീറ്റ്മെന്റ്സ്, ഇലക്കി ഞവരക്കി അതേപോലത്തെ ഒക്കെയാണ്. ഫീസൊക്കെ വലുതായിട്ടാവോ ഇവിടെ? ഫീസ് നോർമലായിട്ട് വാങ്ങുന്ന അല്ലാത്ത ഹോസ്പിറ്റലിലുള്ളതിനെക്കാട്ടിലും ഇവിടെ കുറവാണ്. ഫീസ് കുറവാണ്, എല്ലാരും പറയുന്നത് അതാണ്. ഫീസ് ഇവിടെ കുറവാണ്. നോർമലായിട്ട് ആയുർവേദിക് ഹോസ്പിറ്റലിൽ വാങ്ങുന്നതിനെക്കാട്ടിലും കുറവാണ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ളൊരു വീഡിയോ ആണ്. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക, എല്ലാവരിലേക്ക് എത്തിക്കുക. കാരണം ഇപ്പോൾ ഒരുപാട് ആൾക്കാർ സ്ട്രോക്ക് വന്നതുപോലെ തളർന്ന ഒരു കിടപ്പിലൊക്കെ കിടക്കുന്നുണ്ട്. അങ്ങനെയുള്ള രോഗികൾക്കൊക്കെ ഈ ഹോസ്പിറ്റൽ എന്തുകൊണ്ടും പ്രയോജനകരമാണ്. അതുപോലെ തന്നെ അറ്റാക്കൊക്കെ വരുന്നവർക്ക് സർജറി കൂടാതെ തന്നെ ഇവിടുന്ന് ട്രീറ്റ്മെന്റിലൂടെ അറ്റാക്കൊക്കെ നല്ല രീതിക്ക് ബ്ലോക്കൊക്കെ മാറുന്നവരുണ്ട്. പഴക്കമുള്ള സോറിയാസിസ് ആയാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് മാറിക്കിട്ടും. അതുകൊണ്ട് എല്ലാവർക്കും ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ്. തീർച്ചയായിട്ടും നിങ്ങൾ പരമാവധി ഈ വീഡിയോ ഷെയർ ചെയ്യുക, എല്ലാവരിലേക്ക് എത്തിക്കുക. അപ്പം നമ്മൾ ഈ ഹോസ്പിറ്റലിന്റെ ഫോൺ നമ്പർ കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയൊക്കെ നിങ്ങൾക്ക് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. എന്തായാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ തന്നെ ഹോസ്പിറ്റലുകാർ തന്നെ 100% ഉറപ്പ് പറയുന്നുണ്ട്. എത്ര നടക്കാൻ പറ്റാത്തവരായാലും ഇവിടെ കൊണ്ടുവന്ന് അവർ നടത്തിച്ച് വിടുമെന്ന് ഉറപ്പ് പറയുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് ഇവിടെ വരെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാം.